ഇനി നമുക്ക് നമ്മുടെ സ്കിന്ന് എപ്പോഴും വെൽ ഹൈഡ്രേറ്റഡ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ ഒരു ലോഷൻ തിരഞ്ഞെടുത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മിക്ക മോയ്സ്ചറൈസിങ് ക്രീമുകളിലും പല പല ഫാക്ടേഴ്സ് കാണും. ഹ്യൂമിക്റ്റൻസ് കാണും, ഒക്ലൂസീവ്സ് കാണും, ഇമോളിയൻസ് കാണും. അപ്പം നമ്മുടെ സ്കിന്നിന്, ഓരോരുത്തരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ ലോഷൻ നിങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് തിരഞ്ഞെടുക്കുക, അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ചിലപ്പം കൂടുതൽ തവണ 3-4 തവണ മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യേണ്ടതായിട്ട് വരാം. അതുപോലെ എപ്പോഴും ക്രീം അല്ലെങ്കിൽ ലോഷൻ ഉപയോഗിക്കുമ്പോൾ സ്കിൻ ഒന്ന് നനച്ചിട്ട് അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഒരു വെറ്റ് സ്കിന്നിൽ വേണം മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ ലോഷൻ ഉപയോഗിക്കാൻ. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്കിന്നിലുള്ള മോയ്സ്ചർ കണ്ടതിനെ സീൽ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന 2 പൊടിക്കൈകൾ, സ്കിന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനുള്ള 2 പൊടിക്കൈകൾ. ഒന്ന് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള എണ്ണ തേച്ച് കുളി. അതുപോലെ തന്നെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഓട്സിന്റെ ഫേസ് പാക്ക് ഇടുന്നതും ഒരു പരിധിവരെ ഡ്രൈനെസ് കുറയ്ക്കും. അതുപോലെ തന്നെ നിങ്ങൾ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരാണെങ്കിൽ വെള്ളത്തിൻ്റെ ചൂട് കുറയ്ക്കുക. അതുപോലെ ഹാർഷ് സോപ്പ്, നല്ലപോലെ പത വരുന്ന സോപ്പിട്ട് കുളിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് സിന്തറ്റിക് ഡിറ്റർജൻസ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്താണ് കൂടുതൽ ഡ്രൈനെസ്, അതായത് ഫേസിൽ കൂടുതൽ ഡ്രൈ അല്ലെങ്കിൽ കൈപ്പത്തിയിലോ കാൽപാദത്തിലോ ആണ് കൂടുതൽ ഡ്രൈനെസ് എങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് നമുക്ക് ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയ സ്കിൻ ബൂസ്റ്റർ ഇഞ്ചക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ഡ്രൈനെസ് മാറ്റാനായിട്ട്.